ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അതിന്റെ പേര് സീതാരാം. ആ ഗ്രാമത്തിൽ അവന്തിക തന്റെ ഭർത്താവ് സുരേഷ്, അവരുടെ മക്കൾ വാണി എന്നിവരോടൊപ്പം താമസിക്കുന്നു. വാണി ഇവരുടെ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന പ്രായക്കാരാണ്. അവന്തിക വളരെ നല്ല വീട്ടമ്മയാണ്. അവൾ തന്റെ ഭർത്താവിനെയും മക്കളെയും വളരെ നന്നായി നോക്കുന്നു. എങ്കിലും അവന്തികക്കും സുരേഷിനും ഇടയ്ക്കിടെ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം അവന്റെ ഭർത്താവ് വളരെ മടിയൻ ആണ്. ഒരിക്കലും ഒരു ജോലി ചെയ്യാറില്ല. എല്ലായ്പ്പോഴും തന്റെ ഭാര്യയെ ആശ്രയിക്കുന്നു. അവൻ ദിവസവും ഗ്രാമത്തിന്റെ നടുവിലുള്ള മരത്തിന് കീഴിൽ പാസ് കളിച്ചുകൊണ്ടിരിക്കും. പാവം അവന്തിക രാവും പകലും കഷ്ടപ്പെടുന്നവളാണ്. വാണിയെയും മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നു. ഇങ്ങനെ അവന്തികയുടെ വീട് മുന്നോട്ടു പോകുന്നു. ഒരു ദിവസം അവന്തിക, എന്താ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മടുപ്പോടെ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ? ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ എല്ലാം നടത്തുന്നത്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങളോട് പുറത്തുപോയി വേറെ ജോലി ചെയ്യാൻ പറയുന്നില്ല. കുറഞ്ഞത് വീട്ടിൽ ഇരുന്ന് കുട്ടികളെ നോക്കിയാലും അവരെ സ്കൂളിൽ കൊണ്ടുപോകാനും തിരികെ കൊണ്ടുവരാനും ഞാൻ ചെയ്യുന്നത്. സ്കൂൾ ഫീസുകൾക്കായി പുറത്തുപോയി ആരെയെങ്കിലും ചോദിക്കേണ്ടി വരും. നിങ്ങൾ കുറച്ച് എങ്കിലും എന്നെ സഹായിക്കൂ. വീട്ടിൽ കുറച്ച് ജോലി ചെയ്യാനും നമ്മുടെ കുട്ടികളെ നോക്കാനും ഉത്തരവാദിത്തത്തോടെ ഇരിക്കൂ ബാബ. എന്താ രാവിലെ തന്നെ നിക്കോള എന്തോ ലോകത്തിൽ ഒന്നും ചെയ്തു പോലെ പറയുന്നുവല്ലോ. മടുപ്പോടെ ഇരിക്കുന്നത് എനിക്ക് സന്തോഷമാണോ? ഞാൻ ജോലി അന്വേഷിക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടിയാൽ എന്തിനു ചെയ്യരുത്? നിനക്ക് ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിന്റെ മകളെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കൂ. എന്റെ ബുദ്ധി കുറവാണെന്ന് കരുതിയിരുന്നു. നിങ്ങൾ മാറുമെന്ന് എവിടെയോ ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഇന്നോടെ അവസാനിച്ചു. ഇങ്ങനെ അവർ തർക്കിക്കുമ്പോൾ സുരേഷ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്തിനാണ് എന്നറിയാതെ ഇപ്പോൾ എഴുന്നേറ്റ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നു. അവിടെ കണ്ടോ, അമ്മയും അച്ഛനും വീണ്ടും തർക്കിക്കുന്നു. അവളുടെ സഹോദരൻ പറയുന്നു, അമ്മയും അച്ഛനും ദിവസവും തർക്കിക്കാറുണ്ട്. അച്ഛൻ നല്ലവനായി മാറിയിരുന്നെങ്കിൽ നമുക്ക് ഈ ദുഃഖം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ നാം സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു അല്ലേ? അതിനാൽ നാം ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ? ആ ദൈവം എങ്കിലും നമ്മുടെ വാക്കുകൾ കേൾക്കും അല്ലേ അക്ക എന്ന് പറഞ്ഞ് ആ സഹോദരങ്ങൾ കണ്ണുകൾ അടച്ച് കൈകൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അവർ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. എന്താണ് അമ്മേ, വീണ്ടും തർക്കിക്കുകയാണോ? അതൊന്നുമല്ല അമ്മേ. സഹോദരൻ എഴുന്നേറ്റോ, സ്കൂളിന് സമയം ആയിരിക്കുന്നു, പോയി തയ്യാറാകൂ. അതുപോലെ സഹോദരനെയും വേഗത്തിൽ തയ്യാറാകാൻ പറയൂ. ഞാൻ പോയി പാചകം ചെയ്യും. അതുപോലെ അമ്മേ എന്ന് പറഞ്ഞ് അവന്തിക പാചകം ചെയ്യാൻ അടുക്കളയിലേക്ക് പോകുന്നു. കുറച്ചു സമയത്തിനു ശേഷം വാണിയും വീരും സ്കൂളിന് തയ്യാറാകുന്നു. അമ്മേ വിശക്കുന്നു എന്ന് പറയുന്നു. അമ്മ, എനിക്കും സഹോദരനിക്കും വളരെ വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ തരാമോ അമ്മേ? അതെ അമ്മേ, വളരെ വിശക്കുന്നു. വേഗത്തിൽ കൊണ്ടുവരൂ. അവന്തിക ചിന്തയിൽ ആകുന്നു. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം? കുട്ടികൾ വിശക്കുന്നു. ഞാൻ അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ബോക്സിൽ മാത്രം തയ്യാറാക്കി. വീട്ടിൽ നോക്കിയാൽ സാധനങ്ങൾ ഒന്നുമില്ല. ആ ഉപായം, രാത്രി ശേഷിച്ച സദ്യ ഉണ്ടല്ലോ, അതിൽ തൈര് ചേർത്ത് അന്നത്തെ താളിപ്പ് ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാം. വളരെ ഇഷ്ടത്തോടെ കഴിക്കും. അവന്തിക അന്നം താളിപ്പ് ചേർത്ത് കുട്ടികൾക്ക് നൽകി. അവൾ കരുതിയതുപോലെ തന്നെ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നു. അമ്മേ, ഈ അന്നം എത്ര രുചിയാണെന്ന് അറിയാമോ? പറയാൻ കഴിയില്ല. എല്ലാം നല്ലതാണ് അമ്മേ. അമ്മേ, നീ എന്ത് ചെയ്താലും അത് വളരെ രുചിയാകും അമ്മേ. അതെ കുട്ടികൾ, നിങ്ങൾക്കായി ഞാൻ വളരെ സന്തോഷവതിയാണ്. അമ്മേ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കണ്ണുകളാണ്. അവന്തിക അവളുടെ സഞ്ചി എടുത്തു. കുട്ടികൾക്ക് ബോക്സുകൾ നൽകി സ്കൂളിൽ വിട്ട് അവൾ കൂലിപ്പണിക്കായി പോകുന്നു. അതേസമയം ഗ്രാമത്തിന്റെ നടുവിലുള്ള മരത്തിന് കീഴിൽ സുരേഷ് തന്റെ സുഹൃത്തുക്കളോടൊപ്പം പേക്കാട്ട് കളിക്കുന്നു. ഇങ്ങനെ സുരേഷ് കൂടുതൽ മടിയൻ ആകുന്നു. ആ ദിവസം വൈകുന്നേരം അവന്തിക സാധനങ്ങൾ വാങ്ങി കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലെത്തി. അവൾ കൊണ്ടുവന്ന സഞ്ചിയിൽ കുറച്ച് പണം കാണുന്നത് മകൾ വാണി കണ്ടു. ഇത്ര പണം എവിടെ നിന്നാണ് അമ്മേ? എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. ഈ പണം ഞാൻ നിങ്ങളുടെ അച്ഛൻ അറിയിക്കാതെ ബാങ്കിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഞാൻ കൂലിപ്പണിക്ക് പുറമെ ഏത് ജോലി കിട്ടിയാലും ചെയ്യുമായിരുന്നു. ലഭിച്ച പണത്തിൽ കുറച്ചെങ്കിലും ബാങ്കിൽ വെച്ചിരുന്നു. നമ്മുടെ വീട് വളരെ ഭാഗം തകർന്നിരിക്കുകയാണ് അല്ലേ അമ്മേ? അതിനാൽ അത് ശരിയാക്കാൻ കൊണ്ടുവന്നതാണ്. അതെ, നമ്മുടെ വീട് വളരെ പഴയതാണ്. പുതിയ പുതിയ നിറങ്ങൾ കൂടി ചേർത്താൽ നന്നായിരിക്കും. നീ നിന്റെ അച്ഛനോട് ഈ കാര്യം പറയൂ. ഒരു പക്ഷേ അച്ഛൻ ചോദിച്ചാൽ അമ്മ തൻ്റെ പരിചയക്കാരിൽ നിന്ന് കടം വാങ്ങിയെന്ന് പറയൂ.
സാഫ്, ഞാൻ പോയി സഹോദരനോടും ഈ കാര്യം പറയുന്നു എന്ന് പറഞ്ഞ് വാണി തൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും സുരേഷ് അകത്തു നിന്ന് വരുന്നു. എന്താ, ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചു. കാണൂ, ഇനി വീണ്ടും വഴക്കു പറയാനുള്ള ക്ഷമ എനിക്കില്ല. പുറത്തു തിരിഞ്ഞ് ഞാൻ വളരെ ക്ഷീണിതനാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാളെ രാവിലെ നോക്കാം. അവന് നമ്മൾക്ക് വഴക്കുകൾ പുതിയതല്ലല്ലോ. അയ്യോ, നന്നായിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ. ആദ്യം ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനോട് കുറച്ച് പണം കടം വാങ്ങിക്കൊണ്ടുവന്നു. ഓ അതെ, വളരെ നല്ല കാര്യം ചെയ്തുവല്ലോ. ആ പണം എന്തിനാണ് കൊണ്ടുവന്നത്? നമ്മുടെ വീട് കണ്ടോ എത്ര പഴയതാണെന്ന്. ഇങ്ങനെ വൈകിയാൽ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. മുൻകരുതലായി നമ്മുടെ വീട് ശരിയാക്കാൻ നിങ്ങൾക്ക് പരിചയമുള്ള രവി അണ്ണൻ ഉണ്ട് അല്ലേ? അവനുമായി ഇപ്പോഴും സുഹൃത്തുക്കളാണ് അല്ലേ? കുറച്ച് കുറവാക്കി കൊടുക്കൂ. ഇതാ, ഈ പണം എടുത്തുപോയി അണ്ണൻ വണ്ടി ഹരേപ്പിസ്താലേ. ഇന്ന് കുറച്ച് സമാധാനമായി ഉറങ്ങാം. ഇങ്ങനെ പറഞ്ഞ് സുരേഷ് ഉറങ്ങാൻ പോകുന്നു. അവന്തിക കുട്ടികൾക്ക് ഭക്ഷണം നൽകി അവളും കഴിച്ച് ഉറങ്ങാൻ പോകുന്നു. അടുത്ത ദിവസം രാവിലെ അവന്തിക സുരേഷിന്റെ അടുത്തേക്ക് വന്നു. എന്താ, എഴുന്നേൽക്കൂ. ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി. പോയി ഭക്ഷണം കഴിച്ച ശേഷം രവിക്ക് പണം കൊടുക്കൂ. എന്താ, ഇങ്ങനെ രാവിലെ തന്നെ? കുറച്ച് കാത്തിരിക്കുക, പിന്നെ പോകാം. എങ്കിലും എന്തിനാണ് ഇത്രയും വേഗം? അതല്ല, പണം നമ്മളെക്കൊണ്ട് ഉണ്ടെങ്കിൽ വേഗത്തിൽ ചെലവാകും. അതുകൊണ്ട് പണം ചെലവാകുന്നതിന് മുമ്പ് നിങ്ങൾ വേഗം പോയാൽ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ആ ശരി, ആദ്യം ഭക്ഷണം കഴിക്കാം. അവന്തിക ഭക്ഷണം നൽകി കുട്ടികളെ എടുത്തുപോയി. കുട്ടികളെ സ്കൂളിൽ വിട്ട് അവൻ ദിവസവും പോലെ കൂലി ജോലിക്ക് പോയി. സുരേഷ് ഭക്ഷണം കഴിച്ച ശേഷം അവന്തിക നൽകിയ പണം എടുത്ത് രവിയുടെ അടുത്തേക്ക് പോകുന്നു. ഇങ്ങനെ കുറച്ചു നേരം രവിയെ അന്വേഷിക്കുന്നു. പക്ഷേ രവി കാണുന്നില്ല. അങ്ങനെ ഗ്രാമത്തിന്റെ നടുവിലേക്ക് സുരേഷ് പേക്കാടി മരത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ സോമേഷ് എന്ന സുരേഷിന്റെ സുഹൃത്ത് മരം കീഴിൽ മറ്റുള്ളവരോടൊപ്പം പേക്കാട് കളിക്കുന്നു. ആ വഴിയിലൂടെ പോകുന്ന സുരേഷിനെ കണ്ടു ഓരി സുരേഷ് എന്ന് വിളിക്കുന്നു. അതേ റാ, ഇങ്ങനെ വന്ന് ഒരു കളി കളിക്കാമോ? ഇപ്പോൾ കളിക്കാൻ കഴിയില്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അത് കഴിഞ്ഞു വരാം, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നെ വെറുതെ വിടില്ല. ശരി, ഞാൻ പോകണം. അത്ര പ്രധാനപ്പെട്ട ജോലി എന്താണ്? ആധാരമയിൽ വളരെ പഴയതാണ്. അതിനെ ശരിയാക്കണമെന്ന് എന്റെ ഭാര്യ അവളുടെ പരിചയക്കാരിൽ നിന്ന് പണം എടുത്തു. വിഷയം സംസാരിക്കാനാണ് രവിയെ അന്വേഷിക്കുന്നത്. അവർക്ക് പണം കൊടുത്താൽ ഒരു ജോലി തീരും. ഇത് കേട്ട സോമേഷിന് പണത്തോട് ആഗ്രഹം തോന്നുന്നു. അത് കേട്ട് സോമേഷ് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ശരിയാക്കുന്നത് വല്ലതും വലിയ പണമായിരിക്കുമോ? എങ്കിലും ഈ പണം എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. ഒരു ഉപായം, ഞാൻ പേക്കാട്ടിൽ പണം വെച്ച് അവരെ വഞ്ചിച്ച് മുഴുവൻ പണവും ഞാൻ ജയിക്കാം എന്ന്. അവരുടെ ദുർബലത മനസ്സിൽ ഒളിപ്പിച്ച് പുറത്തേക്ക്. അതേ റാ, വളരെ നല്ല കാര്യം. പക്ഷേ അത് പിന്നീട് നോക്കാം. ആദ്യം വരാം, പിന്നെ എവിടേക്കാണെന്ന് ചോദിച്ചാൽ അവിടെ പോകാം. എങ്കിലും രവി നമ്മുടെ ഗ്രാമത്തിൽ തന്നെയല്ലേ? ഇവിടെ പോകാൻ കഴിയില്ല റാ. അവന്തിക പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കളിക്കാൻ കഴിയില്ല, ആദ്യം പണം നൽകി വരാം. ധവലെ, നിങ്ങൾ ഇപ്പോൾ ധനികർ അല്ലേ? ഞങ്ങൾ വലിയവരാണ്. അങ്ങനെ സോമേഷ് സുരേഷിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മരത്തിന് കീഴിൽ ഇരുന്ന് വീണ്ടും ഇങ്ങനെ പറയുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് സുരേഷ് നിന്നെ ഭയന്ന് നിന്നോടൊപ്പം കളിക്കുന്നില്ല എന്നതാണ്. നിന്നോടൊപ്പം കളിച്ചാൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ലല്ലോ. എന്താ എനിക്ക് ഭയം? ഞാനോ? എന്തിനാണ് ഭയപ്പെടുക? ഞങ്ങളുടെ വീട്ടിൽ ഭയം എന്ന വാക്ക് തന്നെ ഇല്ല. മോടി ഭയങ്കരൻ. പിന്നെന്താ, നിനക്ക് ശരിക്കും ഭയം ഇല്ലെങ്കിൽ എന്നോടൊപ്പം കളിച്ച് ജയിച്ചു കാണിക്കൂ. ഇന്നു തന്നെ 4 മണിക്കൂറിനുള്ളിൽ 1 എങ്കിലും ജയിക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ഞാൻ സമ്മതിക്കും. ശരി, ഞാൻ കളിക്കും. നീയും കാണൂ ആരാണ് ജയിക്കുന്നത്. നിന്റെ തോൽവിയെ അംഗീകരിക്കാൻ തയ്യാറായി ഇരിക്കുക. അതുകൂടി കാണാം. പോവാം വീണ്ടും. അങ്ങനെ ഇരുവരും കളി ആരംഭിക്കുന്നു. ഇങ്ങനെ കളി തുടരുന്നു. ആദ്യ കളിയിൽ സോമേഷ് ജയിക്കുന്നു. അപ്പോൾ സോമേഷ് സുരേഷിനെ കൂടുതൽ കോപിപ്പിക്കുന്നു. കാണുന്നില്ലേ സുരേഷ്, ഇപ്പോഴെങ്കിലും സമ്മതിക്കുമോ? എന്നെ ആരും അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാനാവില്ല. നിനക്കുപോലെ ഉള്ളവർക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ഓഹോ, ഇനിയും എന്തെങ്കിലും കളിക്കണോ? പോയി ജോലി നോക്ക്. അതോടെ സുരേഷൻ കോപം ഒരു കളിയോടെ തന്നെ അറിയാം. സോമേഷ്, ഇനിയും 3 കളി ബാക്കി ഉണ്ട് അല്ലേ? രണ്ടാമത്തേത് തുടങ്ങൂ. സുരേഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ സോമേഷ് തന്റെ മനസ്സിൽ പറഞ്ഞു, അമ്മയെ, ഞാൻ കരുതിയതുപോലെ തന്നെ നടക്കുന്നു.
ഈ സുരേഷ് ഇപ്പോൾ എന്റെ വലയത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവന്റെ ശ്രദ്ധ പണം വശത്തേക്ക് തിരിക്കണം എന്ന് ചിന്തിച്ച് സോമേഷ് സുരേഷിനോട് ഇങ്ങനെ പറഞ്ഞു. ശരി, കളിക്കാം. അതിന് എനിക്ക് ഒരു നടക്കുന്നു. എന്താണത്? നമുക്ക് ഈ കളി ദിവസങ്ങളിലേതുപോലെ അല്ലാതെ ഇന്ന് കുറച്ച് പുതുമയോടെ അർത്ഥം. അതേ അല്ലേ സുരേഷ്? ഇപ്പോൾ നിനക്ക് കുറച്ച് പണം ഉണ്ട് അല്ലേ? അത് കളിയിൽ ഇടൂ. ഞാൻ കുറച്ച് പണം കളിയിൽ ഇടുന്നു. എന്താണ് പണത്തിന്റെ ഈ പുതുമ? എന്തുകൊണ്ട് സോമേഷ്? എത്ര ദിവസങ്ങളിൽ നാം ഒരിക്കൽ പോലും ഇങ്ങനെ കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ വേണ്ട. ശരി, നിന്റെ ഇഷ്ടം. പക്ഷേ നീ ജയിച്ചാൽ നിനക്ക് ഇരട്ട പണം ലഭിക്കും അല്ലേ എന്ന് ഉദ്ദേശത്തോടെ പറഞ്ഞു. ശേഷം നിന്റെ ഇഷ്ടം സുരേഷ് ചിന്തയിൽ ആരപ്പെടുന്നു. താൻ ജയിച്ചാൽ ഇരട്ട പണം ലഭിക്കും എന്നതാണ്. എന്നാൽ താൻ തോറ്റാൽ എന്ത് സംഭവിക്കും എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കളി കളിച്ച് എങ്ങനെയെങ്കിലും ഇരട്ട പണം നേടണമെന്ന് സുരേഷ്. ശരി, ഞാൻ കളിക്കും. രണ്ടും തുടങ്ങൂ. ഞാൻ എന്റെ പക്കൽ ഉള്ള പണത്തിൽ കുറച്ച് പണം ഇടുന്നു. ശരി, ഞാൻ കുറച്ച് പണം ഇടുന്നു. ഇങ്ങനെ ഇരുവരും രണ്ടാം റൗണ്ട് തുടങ്ങുന്നു. പക്ഷേ ഈ തവണ സോമേഷ് കളിയിൽ ജയിക്കുന്നു. സുരേഷ് ഇപ്പോഴും ആശങ്കയിലാണ്. അത് ശ്രദ്ധിച്ച സോമേഷ് വീട്ടിൽ അടുത്ത കളി കളിച്ചു. ഇപ്പോൾ നീ ജയിക്കും. ശരി, തുടങ്ങൂ. ഇങ്ങനെ സോമേഷ് പുറത്തേക്ക് നല്ല നടനമായി, എന്നാൽ മനസ്സിൽ അസൂയോടെ. മൂന്നാം കളി ആരംഭിച്ചു. ഈ തവണയും സോമേഷ് ജയിച്ചു. അതോടെ സുരേഷിന്റെ പക്കൽ ഉള്ള പണം മുഴുവൻ തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ സുരേഷ് വിഷമിച്ചു. പക്ഷേ സോമേഷിന് ദുർബലത ഇല്ല. ഇപ്പോൾ സോമേഷിന്റെ കണ്ണ് സുരേഷിന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു. അതോടെ സോമേഷ് ഈ കളിയും പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ നിന്റെ ഭാര്യ ചോദിച്ചാൽ എന്തു പറയും? ഞാനും അതേ ചിന്തയിലാണ്. എന്റെ ഭാര്യ എന്നെ വീട്ടിലേക്ക് വരാൻ അനുവദിക്കില്ല. ദിവാലായം തടയാൻ എന്റെ പക്കൽ ഒരു മാർഗമുണ്ട്. പക്ഷേ അത് കുറച്ച് കഷ്ടമാണ്. എന്താണ് അത്? പറയൂ. എന്റെ ഭാര്യയുടെ കോപം സഹിക്കുന്നതിൽ അത്ര കഷ്ടമൊന്നുമില്ല. അത് ഇങ്ങനെ ബാക്കിയുണ്ട്. അത് കളിയിൽ വെച്ച് വീണ്ടും 4 തവണ കൂടി കളിക്കാം. ഞാൻ ജയിച്ച പണം മുഴുവൻ വെക്കാം. അപ്പോൾ നീ ജയിച്ചാൽ ആ പണം നിനക്കാകും. കുറച്ചു സമയം ചിന്തിച്ച ശേഷം സുരേഷ് ശരി എന്ന് പറഞ്ഞു. 4ാം കളിയും ആരംഭിച്ചു. ഈ തവണയും സോമേഷ് ജയിച്ചു. അപ്പോൾ സുരേഷിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. സോമേഷ് ചിരിച്ചു പറഞ്ഞു, ഹാ, ഈ തവണയും കളി എനിക്കാണ്. എന്നെ തോൽപ്പിക്കാൻ ഈ ഗ്രാമത്തിൽ ആരുമില്ല. സുരേഷ്, വീട്ടിലെ രേഖകൾ കൊണ്ടുവരൂ. ഇപ്പോൾ വീട് പോലും എന്റെ സ്വന്തം. സ്നേഹിതനല്ലേ ഇതെന്തിന്? കളികൾ വേണ്ട എന്ന് രേസുമേഷ് പറഞ്ഞു. സുരേഷ്, നിന്റെ വാക്കുകളാൽ എന്നെ കുടുക്കാൻ നോക്കരുത്. കളിയിൽ ബന്ധങ്ങളും ബന്ധുക്കളും ഇല്ല. നീ ആദരവോടെ വീട്ടിലെ രേഖകൾ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഗ്രാമത്തിലെ എല്ലാവരുടെയും മുന്നിൽ ഇതെല്ലാം പറയും. അപ്പോൾ നിന്റെ മാനം പോകും. അത് ഓർക്കുക. ആ പണി ചെയ്യരുത്. ഞാൻ ഗ്രാമത്തിൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല. ഞാൻ ആ രേഖകൾ നൽകും. എന്നാൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി എന്തിനാണ് രേഖകൾ കൊണ്ടുവരണമെന്ന്? സുരേഷ് വീട്ടിലേക്ക് പോയി. വീട്ടിലെ രേഖകൾ കൊണ്ടുവന്ന് സോമേഷിന് നൽകി. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. വൈകുന്നേരം ആയി. അവന്തിക കുട്ടികളെ കൂട്ടി വീട്ടിലേക്ക് വന്ന് സുരേഷിനെ കണ്ടു. എന്താ മായേ, ഇങ്ങനെ വേഗത്തിൽ വന്നുവോ? ഞാൻ പറഞ്ഞ പണി എന്തായി? രവി അണ്ണൻ പണം കൊടുത്തോ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ സുരേഷ് ആശങ്കയോടെ ചിന്തിച്ചു. സത്യം മറച്ച് കള്ളം പറയാൻ തീരുമാനിച്ചു. എന്താണ്? ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മൗനമായി ഇരിക്കുന്നു. സുരേഷ് ആശങ്കയോടെ ആ സംഭാവന നൽകി എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മുടെ വീടും മറ്റുള്ളവരുടെ പോലെ തന്നെ ആയിരിക്കും. ഞാൻ നിങ്ങൾക്കും കുട്ടികൾക്കും ഭക്ഷണം തയ്യാറാക്കും, അവൻ പറഞ്ഞു. അങ്ങനെ ആ ദിവസം എല്ലാവരും തിരികെ കിടക്കാൻ പോകുന്നു. പക്ഷേ സുരേഷിന് ഉറങ്ങാൻ കഴിയുന്നില്ല. തന്റെ ഭാര്യയോട് സത്യം എങ്ങനെ പറയണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രാവിലെ ആകുന്നു. ആ ദിവസം ഞായറാഴ്ച ആയതിനാൽ കുട്ടികളും അവന്തികയും വീട്ടിൽ തന്നെയാണ്. പക്ഷേ സുരേഷ് ഇനിയും ഉണർന്നിട്ടില്ല. അവന്തിക കിടക്കയിൽ കിടന്നിരിക്കുന്ന സുരേഷിന്റെ അടുത്തേക്ക് വന്നു. എന്താ വളരെ നേരമായി, എഴുന്നേൽക്കൂ. ഇനിയും എത്ര നേരം ഉറങ്ങും? എഴുന്നേറ്റ് കുളിക്കൂ. ഞാൻ നിങ്ങൾക്കായി ടിഫിൻ തയ്യാറാക്കാം. സുരേഷ് എഴുന്നേറ്റ് കുളിക്കാൻ പോകുന്നു. ടിഫിൻ തയ്യാറായപ്പോൾ അവന്തിക എല്ലാവരെയും വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് ടിഫിൻ കഴിക്കുമ്പോൾ, അമ്മേ, ഇത് വളരെ നല്ലതാണ്, വളരെ രുചിയുള്ളതാണ്. നാളെയും ഇത് തന്നെ ചെയ്യാമോ അമ്മേ? അതുപോലെ തന്നെ അച്ഛാ,
ഞാൻ ചെയ്യും. അതെ അമ്മേ, വളരെ നല്ലതാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ സ്കൂളിലും ഇന്നും നിന്റെ പാചകങ്ങൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നു. അമ്മേ. അതെ, വാണി ഇന്ദിനെ എല്ലാവരും സംഹരിക്കുന്നു. പക്ഷേ സുരേഷ് മാത്രം പ്ലേറ്റിനോട് നോക്കിയിരിക്കുന്നു. അത് ശ്രദ്ധിച്ച അവന്തിക, സുരേഷ്, എന്താണ് ഇത്? നിങ്ങൾ എന്തും സംസാരിക്കുന്നില്ല? ടിഫിൻ കഴിക്കാതെ എന്തിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് ചോദിക്കുന്നു. പക്ഷേ അവന്തിക പറഞ്ഞത് സുരേഷിന്റെ ചെവിയിൽ കേൾക്കുന്നില്ല. പിന്നെ അവന്തിക ഉച്ചത്തിൽ വിളിക്കുന്നു. എന്താ? അതോടെ സുരേഷ് പെട്ടെന്ന് ഉലുക്കിപ്പോകുന്നു. ആശങ്കയോടെ എന്താണ് അവന്തിക, എന്താണ് സംഭവിച്ചത്? എന്തിന് ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു എന്ന് ചോദിക്കുന്നു. കുട്ടി മാറിയിട്ടില്ല അച്ഛാ. നീ അമ്മയെ വിളിക്കുമ്പോൾ മറുപടി പറയുന്നില്ല, അതുകൊണ്ട് അമ്മ ഉച്ചത്തിൽ വിളിച്ചു. അതെ, എന്താണ്? അവന്തിക എന്നെ എന്തിനു വിളിച്ചു? കുട്ടികൾ ഞാൻ തയ്യാറാക്കിയ ഭക്ഷണം കുറിച്ച് സംസാരിക്കുന്നു. അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നു. പക്ഷേ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല, തീരുന്നില്ല. അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അവൻ, നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? എന്താണ് സംഭവിച്ചത്? ഗംഗരാ, അതൊന്നുമില്ല, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അത് നിന്നോട് പറഞ്ഞാൽ നീ വിഷമിക്കും അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പറയണം എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അത്രയേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അതെ, എന്താണ്? പ്രശ്നമില്ല. നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഒന്ന് വച്ച് വെക്കൂ എന്ന് പറഞ്ഞ് സുരേഷ് വീട്ടിലേക്ക് മുന്നോട്ടു പോകുന്നു. അവിടെ സോമേഷ് വീട്ടിന്റെ അളവുകൾ എടുക്കുന്നത് ശ്രദ്ധിച്ച സുരേഷ് അവിടെ ചെന്നു. സോമേഷ്, എന്റെ വീട്ടിന്റെ അളവുകൾ നീ എടുക്കുകയാണോ? ഇത് ഇപ്പോൾ വെള്ളമല്ല സുരേഷ്, ഞാൻ ഓട്ടോയിൽ തന്നെ ജയിച്ചു. നിങ്ങൾ ഇനി പോകുന്നത് നല്ലത്, അല്ലെങ്കിൽ കഴുത്ത് പിടിച്ച് പുറത്താക്കേണ്ടി വരും. അങ്ങനെ പറയരുത്. ഉടൻ തന്നെ പോകണമെങ്കിൽ ഞാൻ എവിടേക്ക് പോകും? ഈ ഗ്രാമത്തിൽ ആരെങ്കിലും എന്നെ കണ്ടു കരുണ കാണിക്കാതെ പോയാലും പ്രശ്നമില്ല. എന്റെ കുട്ടികൾ പ്രധാനമാണ്, അവരെ നോക്കി ഇതെല്ലാം സഹിക്കുന്നു. ഈ ബുദ്ധി മുമ്പേ ഉണ്ടായിരിക്കണം. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്ത്? നാളെ ഞാൻ വീണ്ടും വരും. നിങ്ങൾ വീട്ടിൽ ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അടുത്ത ഭാഗം കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.